Hey people, welcome back to my YouTube channel. അപ്പൊ ഇന്ന് മിന്നാടെ ബർത്ത്ഡേ ആണ് ആൻഡ് നമ്മൾ കുറച്ച് സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഭയങ്കര ഹോംലെസ് ആയിട്ട് ഇപ്പം തോന്നുന്നുണ്ടാവും. എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ കണ്ണൊന്നും എഴുതിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് 2 ദിവസമായിട്ടുള്ള എത്തിയിട്ട്, പിന്നെ 2 ദിവസമല്ല, 1 ദിവസമായിട്ടുള്ള എത്തിയിട്ട്. എന്നിട്ട് പിന്നെ എനിക്കൊരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ പോയി മിന്നാക്ക് ഗിഫ്റ്റ് മേടിച്ചിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു മിന്ന ലവ്സ് സോഫ്റ്റ് ടോയ്സ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു സോഫ്റ്റ് ടോയ് മേടിക്കാൻ പോവാമെന്ന് വിചാരിച്ചു. വി ആർ ഗോയിങ് ടു മിനിസോ. നാളായിട്ട് മിന്ന ലവ്സ് സോഫ്റ്റ് ടോയ്സ് വെരി മച്ച്. അപ്പം ദ ബെസ്റ്റ് ചോയ്സ് ഇസ് മിനിസോ, റൈറ്റ്? അല്ല, ബെസ്റ്റ് ചോയ്സ് കുറേ ഉണ്ട്, എന്നാലും മിനിസോ ആണ് ഏറ്റവും അടുത്തുള്ളത് ഇവിടെ വീടിന്റെ. How's this? This looks cute. Let's. I also love soft toys. Okay. That's so cute അല്ലേ? ഇത് കാണാം. ഒരു ഡോണട്ടൊക്കെ കൈ പിടിച്ചിട്ടുണ്ട്. ഇതേ സെയിം മിന്നാക്കുണ്ട്. ദിസ് വൺ ഇതേ സെയിം. ഞാൻ ചിന്നാപ്പിനോട് ചോദിച്ചു പറഞ്ഞു ഇതുപോലത്തെ മിന്നാക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നോക്കട്ടെ, വേറെ നോക്കാം. ഇതുപോലത്തെ വേറെ മിന്നാക്ക് ഉണ്ടെന്ന്. അപ്പൊ നമുക്ക് വേറെ നോക്കാം അല്ലേ? ഓക്കെ, നമ്മള് ഇട്ടിടുകാമെന്ന് വിചാരിച്ചു, ഉറപ്പിച്ചു. What about this thing? ഇതാണോ ഗ്രേവി ആണോ? ഇതല്ലേ കാണാൻ രസേതാ? ഇത് വേഗം കളർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പം വെസ്റ്റ് സൈഡിലാണുള്ളത്. കാറ്റിന്റെ സൗണ്ട് ഉണ്ടാവും തോന്നണു, മേ ബി. ഐ ഡോണ്ട് നോ. This west side is a huge west side. Okay, this is really big. ഞാൻ ഒരു ഡ്രസ്സ് നോക്കാൻ വേണ്ടി വന്നത്. അതുപോലത്തെ കിട്ടണമെങ്കിൽ മേടിക്കും, അതർവൈസ് മേടിക്കില്ല. അത്ര തന്നെ. ആക്ച്വലി വെസ്റ്റ് സൈഡ് ഞാൻ പറഞ്ഞില്ല ഭയങ്കര വലുതാ, പക്ഷെ എനിക്കൊന്നും അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ കിട്ടിയില്ല. അതുകൊണ്ട് സാരില്ല, ലെറ്റ്സ് ഗോ ഹോം. ഓക്കെ, വാട്ടെവർ, നമുക്ക് വീട്ടിൽ പോകാം. നല്ല വെയിലുണ്ട്. ഓക്കെ, കൊറേ ഓക്കെ പറയാനുണ്ട്. അതെന്റെ ഇതിലുള്ളതാ. എനിക്ക് ഐ ലവ് ടു മേക്ക് ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ്സ്. അപ്പോ ഐ എം മേക്കിംഗ് സംതിങ് ഫോർ ഹെർ. ലെറ്റ്സ് സീ വാട്ട് ഇസ് ഇറ്റ്. എൻ്റെ എല്ലാം ഉണ്ടായിരുന്നു, ഗമ്മും കുറച്ച് ഫോട്ടോസും വേണമായിരുന്നു. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഹോം ആൻഡ് ലെറ്റ്സ് മേക്ക് ഇറ്റ്. എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടം. എനിക്ക് സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കലൊന്നുമില്ല. ബർത്ത്ഡേക്കൊക്കെ, ലവ്ഡ് വൺസിന്റെ ബർത്ത്ഡേക്കൊക്കെ ഞാൻ ഉണ്ടാക്കും. ഓക്കെ, അപ്പം വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കണത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്കൊരു പണിയായിരിക്കും. ഗൈസ്, എൻ്റെ പ്ലാൻ ഫെയിലായി. ഗൈസ്, ഇപ്പൊ റൂമിലുണ്ട്, അതായത് വീട്ടിലുണ്ട്. ഇത്രയും നേരം വീട്ടിലുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ മേടിക്കാൻ ഇറങ്ങാന്ന് വിചാരിച്ചത്. വീട്ടിലുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ ഇപ്പുറത്ത് ഷിബി ചേച്ചിയുടെ ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ നൈബറിന്റെ വീട്ടില് വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ പ്ലാൻ ഒരെണ്ണം ഫെയിലായി. എനിക്ക് ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് ഉണ്ടാക്കണമല്ലോ, ചെറിയൊരു കാർഡ് ഉണ്ടാക്കണം. പക്ഷെ ഇവിടെ ഉണ്ട്. ഹായ്, ഹാപ്പി ബർത്ത്ഡേ ടു oh yeah, white the full costume now guys. Twinning. ഫുഡ് കഴിച്ചിട്ട് ഈവനിങ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്ന സംഭവങ്ങള്. ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ഒരു നോർമൽ ഡേ പോലെ ആണ് ഇപ്പൊ നമ്മൾ ആക്കി വെച്ചേക്കണം. പക്ഷെ മിന്നൊക്കെ അറിയാം എന്തോ ഉണ്ടെന്ന് അറിയാം, പക്ഷെ അതെന്താണെന്നറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഫുഡൊക്കെ കഴിക്കാം.
യൂഷ്വലി ചോറ് കഴിക്കാത്ത ഞാനിപ്പോ ഷൂട്ടിന് പോയി വന്നതിന് ശേഷം ചോറ് കഴിക്കാൻ തുടങ്ങി ഗൈസ്. അല്ലപ്പാ കാരണം അവിടെ ചോറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉച്ചക്ക്. അതുകൊണ്ട് അത് കഴിക്കാണ്ട് വേറെ വഴിയില്ലാത്തോണ്ട് ഞാൻ ചോറ് കഴിക്കാൻ തുടങ്ങി. എന്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. മേ ബി എന്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയാം, മൃദുല ആൻഡ് ഗംഗ. ദേ മെയ്ഡ് ബൊക്കേസ്, ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ്സ്. ഓക്കെ, ബൊക്കേസ്, ഹാമ്പേഴ്സ് ഒക്കെ. അപ്പൊ മിന്നാടെ ഒരു ഫ്രണ്ട് ഇവർക്ക് ഹാമ്പർ ഉണ്ടാക്കാനായിട്ട് ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ദിസ് ഇസ് എ സർപ്രൈസ്. ഓക്കെ, ഇതും ഒരു സർപ്രൈസ് ആണ്. ഹാമ്പർ എന്നുള്ളതും ഒരു സർപ്രൈസ് ആണ്. ഞാൻ ഒരു കുഞ്ഞി ക്യൂട്ടായിട്ടുള്ള ഒരു സൺഫ്ലവറിന്റെ ഒരു ഒരു കുഞ്ഞി ബൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടുമായിട്ട് അവരിപ്പോ വരും. ആൻഡ് പിന്നെ റൂമിലുള്ളതുകൊണ്ട് തന്നെ എനിക്ക് അവിടേക്ക് കൊണ്ടുപോകാനും പറ്റില്ല. അതുകൊണ്ട് നമ്മളെ ദേഷ്യം ചേച്ചിട്ട് അവിടെ വെക്കും, അത്ര തന്നെ. ഓക്കെ, അപ്പൊ അവരിപ്പോ വരും. അവരെ വെയിറ്റ് ചെയ്ത് നിക്കണേണ്. വൈകിട്ട് വൈകിട്ട് ഇല്ല, ശരി ചേച്ചി, വൈകിട്ട് മറ്റേ ടാറ്റാ ബൈ. കൊള്ളില്ല കൊള്ളില്ല കൊള്ളില്ല, ഇറ്റ്സ് ഓക്കെ സാർ. എന്റെ പോലെ നോക്ക്. അപ്പഴാ നിങ്ങൾ ബൈ. ഞാൻ വണ്ണം വെച്ചു. ബൈ. ഓക്കെ ഓക്കെ, they made this. It's really beautiful. Like, I like it. എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നമ്മളിപ്പോ ഇത് ശിവചേച്ചിയുടെ വീട്ടിൽ വെക്കണു. ആൻഡ് ഒന്നും അറിയാത്ത പോലെ വീട്ടിലേക്ക് വീണ്ടും പോകുന്നു. എനിക്ക് ഇനി ഇതും കൂടെ കൊണ്ടുവച്ചിട്ട് വേണം എന്റെ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് ഉണ്ടാക്കാനായിട്ട്. സമയം വളരെ കുറവാണ്, അതിനുള്ളിൽ നമുക്കെല്ലാം ചെയ്യണം. ആദ്യക്കുട്ടനെ ഉറങ്ങണേ, അപ്പൊ നമ്മൾ സൗണ്ട് ഒന്നും ഉണ്ടാക്കാണ്ട് പോയി വെച്ചിട്ട് വരെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ആൻഡ് നമുക്കിനി നമ്മുടെ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് ഉണ്ടാക്കാം. ലെറ്റ്സ് ഗോ. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ആദ്യന്റെ വീട്ടിലാട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ബാക്കി ഉണ്ടാക്കണം. നമ്മളിപ്പോ മേടിച്ചോളൂ, പക്ഷെ വരണേക്കാൻ മര്യാദ. ഇങ്ങനത്തെ വീഡിയോസ് ഇടണമെങ്കിൽ ഇങ്ങനത്തെ ഇടാം. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ചെയ്യാനായിട്ടൊക്കെ. ഫുൾ ഉണ്ടാക്കി കഴിഞ്ഞു. സം റൈറ്റിങ്സ് ആഡ് ചെയ്ത് ഇനി നമുക്ക് പോയിട്ട് റെഡി ആവാം. എന്നിട്ട് പോയിട്ട് കേക്ക് മേടിക്കണം. കേക്ക് മേടിച്ചിട്ട് വേണം ഞാനും ചിന്നപ്പി നേരത്തെ പോകും. അതാണ് നമ്മുടെ പ്ലാനില്. അപ്പൊ പോയിട്ട് റെഡി ആവുമ്പോ അറിയാം എന്താണ് നമ്മൾ ചെയ്യാന്ന്. അപ്പൊ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തു, ഉണ്ടാക്കി. ആൻഡ് ഇനി ഫ്രഷ് ആയിട്ട് റെഡി ആയിട്ട് നമ്മൾ കേക്ക് മേടിക്കാൻ പോകണം. കേക്ക് മേടിച്ചിട്ട് ഞാൻ ചിലപ്പോൾ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകും. ഉപ്സിയും അതൊക്കെ കഴിഞ്ഞിട്ട് അവര് പതുക്കെ വരും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഞങ്ങൾ അങ്ങനെ ഇറങ്ങി, ഫുൾ സെറ്റ്. സോ ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ് from Mina. So this is my outfit from Ganga's wardrobe. Okay, complete ആയി. അപ്പം ഹറിബറി ആയിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. This is my look. Okay, and this outfit ഞാൻ ഫുള്ള് കാണിച്ചു തരാം. ഇപ്പം ലെറ്റ്സ് ഈറ്റ് ബേക്കേഴ്സിൽ വന്നേക്കാം ടു ബൈ സം കുക്കീസ് ആൻഡ് ഡോണറ്റ്സ്. ഓക്കെ, അത് ഞങ്ങൾ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടൊക്കെയാണ് മേടിച്ചേക്കണേ. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ലുക്സ്. ഞാനും കണ്ടിട്ടില്ല, ഡെക്കറേഷൻ ചെയ്തിട്ട് എങ്ങനെയാന്ന് കണ്ടിട്ടില്ല. അപ്പോൾ ഐ ആം സോ എക്സൈറ്റഡ് ടു സീ ഹൗ ഇറ്റ് ലുക്സ്. ഓക്കെ, ഞങ്ങള് കേക്ക് മേടിക്കാനായിട്ട് എത്തിയപ്പത്തിനും നല്ല മഴയായി. നമ്മൾ കേക്ക് മേടിച്ചിട്ട് പിന്നെ ഊബർ ബുക്ക് ചെയ്തു. എന്നിട്ട് അവിടെ ഊബറിനാണ്. പക്ഷെ എന്നാലും എല്ലാം സെറ്റ് ചെയ്ത്, ഹെയർ ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് ഇറങ്ങിയതാ. ഫുള്ള് നനഞ്ഞ് സ്ട്രെയിറ്റ് ചെയ്തൊക്കെ പോയി. സ്നാപ്പിയുടെ മുഖാകെ മാറി അല്ലേ. ഓ ഗൈസ്, നമ്മളിവിടെ എത്തി. ഇവിടെ കറണ്ട് ഇല്ല. ആൻഡ് പ്ലാൻ ഫ്ലോപ്പ് ആവുമെന്നൊരു പേടിയുണ്ട്. ഇവിടെ ഇനിയിപ്പോൾ റെഡി ആവുമ്പോൾ എത്ര മണി ആവുമെന്ന് അറിയില്ല.
നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് പ്ലാൻ ആകെ പൊളിഞ്ഞിരിക്കുന്നു ഫുള്ളായിട്ട്. ഇറ്റ്സ് ഓക്കെ, വെയിറ്റ് ചെയ്തിട്ട് എന്താവും നോക്കാം ഇനി. ഗൈസ് കറണ്ട് വന്നു. ഓ മൈ ഗോഡ്, കറണ്ട് വന്നു. ഐ വിൽ ഷോ യു. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. കാണിച്ചു തരാം. ശരി കേട്ടാ, നല്ലോണം എൻ്റെ ഫ്ലിക്കർ. കൊള്ളാം കൊള്ളാം. എടുത്തു. കണ്ടോ, സ്വീറ്റ് 30. എത്ര മിനിറ്റ്? 30. എത്ര മിനിറ്റാ? 17 minutes. Look at this. It's really beautiful, അല്ലേ? കൊള്ളാം കൊള്ളാം. ഫിറ്റ് ചെക്ക് കാണിച്ചാൽ ഷൂ ഇതിലൂടെ എച്ചിന് ഇതിനൊക്കെ എന്തൊരു മഞ്ഞക്കളർ മെൽട്ടായിട്ട് 30 ഒക്കെ മെൽറ്റായി. വലിയ കുഴപ്പമില്ല. ഇത് തിരിച്ചു വെച്ചോ, ന്യൂട്ടല കാണണ്ട. എല്ലാം അറേഞ്ച് ചെയ്തിട്ട് നിക്കണ ആളെ പോലെ ഉണ്ട്. മാറിക്കോ. എന്താ പറയാ, ഹാപ്പി. വിചാരിച്ചിരുന്ന എന്തേലും അങ്ങനെ ഒന്നും ഒരു ഇതും ഉണ്ടായില്ല. കഴിഞ്ഞ വർഷം എല്ലാം അങ്ങനെ പറ്റിച്ചിട്ട്. ചിരിച്ച് കുറച്ചുകൂടെ ഹാപ്പി. വയസ്സായി മമ്മി മിന്നാക്ക്. അമ്മക്കെന്താ പറയാനുള്ള അമ്മ? 2 വാക്ക് പറയൂ. പറ 2 വാക്ക്. വാട്ട് ഇസ് ദിസ്? സന്തോഷം. 30 ആയതിൽ സന്തോഷം. ചുണ്ടില് മൊത്താക്കിണ്ട്. അയ്യാ മുടിയ വലുതായി. നൈസായി. എല്ലാരും കൂടി ഉണ്ടല്ലോ. സൗണ്ട് കിട്ടില്ല സാർ. കിട്ടിയോ? കിട്ടിയ ഹാപ്പി അയച്ച നോക്കട്ടെ. ഹാപ്പി അയച്ച എന്റെ മോൻ. ഹാപ്പി അയച്ച. Okay, we reached at Palaram and പലാരത്തിന്റെ ഒരു കാര്യം പറയാം നിങ്ങൾക്ക്. പലാരത്തിന്റെ മുകളില കേസ് കോഡ് ഞാൻ പഠിക്കുന്ന ഡാൻസ് ക്ലാസ് ഇതിന്റെ 4th ഫ്ലോറില. സോ നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ല. ഓക്കെ, ഞങ്ങൾക്ക് ഓക്കെ. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ല. മേ ബി യു കാൺ ഹിയർ വാട്ട് ഐ എം സേയിങ്.
ഓക്കെ വാട്ട് ഞാൻ ടൈപ്പ് ചെയ്യാം. ഇവിടെ വേണേ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മള് ഇപ്പൊ എത്തിയുള്ളൂ. നല്ല വിശക്കുന്നുണ്ട്, നല്ലോണം വിശക്കുന്നുണ്ട്. വാട്ട് ഷുഡ് ബി ഓർഡർ? എന്താ ഓർഡർ ചെയ്യണ്ടേ? എന്താ ഓർഡർ ചെയ്യണം? വെറൈറ്റി കഴിക്കണോന്ന് എപ്പോഴും ഇങ്ങനെ വിചാരിച്ച് ചെയ്തൊരു റെസ്റ്റോറന്റിൽ പോകും, ലാസ്റ്റ് ബിരിയാണി കഴിക്കാറ് അല്ലേ? വെറൈറ്റി കഴിക്കണോന്ന് വെച്ചാൽ എല്ലാ റെസ്റ്റോറന്റിൽ പോയിട്ട് ലാസ്റ്റ് ബിരിയാണി കഴിച്ചു. ബീഫ് എവിടെ ഉണ്ട്? ചൂട് ചൂട്. ഓക്കെ ഗൈസ്, സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ആൻഡ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, എല്ലാം ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്.